അല്ലൈസലിൽ ഇൻസാനി ഇല്ല മസാ, മനുഷ്യന് അവൻ ചെയ്ത കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടാവുകയില്ല. ഈ ഒരു ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വിവരമില്ലാത്ത ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ ഫലം ലഭിക്കില്ല എന്ന്. ഇത് തീർത്തും തെറ്റിദ്ധാരണാജനകമായ അബദ്ധജടിലമായ വാദമാണ്. കാരണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാരുടെ ജീവിതവും നമ്മൾ പ്രമാണമാക്കുമ്പോൾ തീർത്തും ഇതിന് വിരുദ്ധമാണ്. ഈ തെറ്റായ ആശയത്തിന് യാതൊരു പ്രമാണത്തിൻ്റെ പിൻബലവുമില്ല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ മകൻ കൻആൻ വഴിപിഴച്ചപ്പോൾ തൻ്റെ മാർഗം സ്വീകരിക്കാതെ മാറി നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് കാണാം. ആ കൻആനെക്കുറിച്ച് അമലുൻ ഗൈറു സ്വാലിഹ്, ആ കൻആൻ അത് നിങ്ങളുടെ സ്വാലിഹായ അമലിൽ ചേർക്കാൻ പറ്റിയതല്ല. ആ മക്കൾ എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് മരിച്ചാലും ആ മക്കൾ നന്നായി കിട്ടിയാൽ അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഹദീസിൽ ഇദാ മാത്തൽ ഇൻസാനു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖത അമലുഹു, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോകും. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ മരിച്ചാലും അവനെ പിന്തുടരും, അവനതിൻ്റെ ഗുണം ലഭിക്കും. അതിലൊന്ന് വലതുൻ സ്വാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം എന്നതാണ്. അപ്പോൾ നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഇഷ്ടജനങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ മയ്യത്ത് നിസ്കാരം പോലും അത് അവന് വേണ്ടിയുള്ള ഷഫാഅത്താണ്, ശുപാർശയാണ്. അതുകൊണ്ടാണ് അവൻ്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടുകൊണ്ട് അവന് മഗ്ഫിറത്ത് ലഭിക്കുമെന്ന് പറയാൻ കാരണം. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരാൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ, അതിലെങ്കിൽ ദിക്ർ ചൊല്ലിയാൽ, ദുആ ചെയ്താൽ അതിൻ്റെയൊക്കെ ഫലം അവർക്ക് ലഭിക്കും. തീർച്ചയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നുണ്ടോ, നബിയെ ഇന്ന ഉമ്മി ഉഫ്തുതിലത്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ആ ഉമ്മാക്ക് വേണ്ടി കാര്യമായ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം നബി എന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓ സഅദേ, നീ ഒരു കിണർ കുഴിച്ചോ. ആ കിണർ കുഴിച്ചിട്ട് ആ കിണറിലെ വെള്ളം നിൻ്റെ ഉമ്മയുടെ പേരിൽ, നിൻ്റെ ഉമ്മയുടെ പരലോകമോക്ഷത്തിന് വേണ്ടി നീ നിയ്യത്ത് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി അത് നീ സംഭാവന ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ നിർദ്ദേശമനുസരിച്ച് സഅദ് റളിയല്ലാഹു അൻഹു കിണർ കുഴിക്കുന്നുണ്ട്. എന്നിട്ട് ഹാദാ ലി ഉമ്മി സഅദ്, ഇത് സഅദിൻ്റെ ഉമ്മാക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മക്കൾ ചെയ്താൽ, മറ്റുള്ളവർ ചെയ്താൽ അത് മരണപ്പെട്ടവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്ത് അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ലഭിക്കില്ല എന്ന് പറയുന്നത് അത് തനി വങ്കത്തരമാണ്. അത് അബദ്ധമായ വാദമാണ്. അതുകൊണ്ട് ഒരാൾക്ക് സ്വന്തം ഒരാൾക്ക് ഉറപ്പിക്കാൻ പറ്റണമെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഉറപ്പില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മക്കൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ചെയ്യും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യും,
ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കൾ ചെയ്യും, മക്കൾക്ക് വേണ്ടി ഉപ്പയും ഉമ്മയും ചെയ്യും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് ആയത്തിൻ്റെ ഉദ്ദേശ്യം. അല്ലാഹു സുബ്ഹാനഹു